ഇവിടെ ഭക്ഷണമുണ്ട്, ഉച്ചയ്ക്ക് ഇവിടെ ഭക്ഷണമുണ്ട്, പായസം സഹിതം തരാം, വൈകിട്ട് പഴംപൊരിയും ചായയും തരാം, രാത്രിയിൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞാലും നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും വേണ്ട. പണ്ടൊക്കെ വീട്ടിനകത്തിരുന്ന് കഴിച്ച് വീടിൻ്റെ പറമ്പിൽ വളരെ അകലെ പോയി വിസർജിക്കുകയായിരുന്നു. ഇപ്പം വെളിയിൽ പോയിരുന്ന് കഴിച്ച് വീട്ടിലെ ബെഡ്റൂമിനോട് ചേർന്ന് വിസർജിക്കുകയാണ്. ആ വ്യത്യാസം ഈശ്വരീയ കാര്യങ്ങളിലും അവർക്കുണ്ട്. ഒരു 28 വയസ്സിന് താഴെ 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ അംഗസംഖ്യ ക്ഷേത്രങ്ങളിൽ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ കുറഞ്ഞതിന് കാരണം നവമാധ്യമങ്ങളും ഇതിനെതിരെയുള്ള ദുർവ്യാഖ്യാനങ്ങളുമാണ്. അതിലൊക്കെ പെട്ട് കിടക്കുകയാണ്. മുസ്ലിങ്ങളെ നോക്കും, പിയൂണായാലും ജില്ലാ കളക്ടറായാലും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:00 നിസ്കരിച്ചിരിക്കും. അതിനവർക്ക് യാതൊരു മടിയുമില്ല, നിൽക്കുന്നിടത്ത് വീണ് നമസ്കരിക്കും. ഭാഗവതത്തിൽ ഏതാണ്ട് 64 സ്ഥലങ്ങളിൽ വീണ് നമസ്കരിച്ചു, ദണ്ടുപോലെ വീണ് നമസ്കരിച്ചു എന്നുണ്ട്. നമസ്കരിക്കുന്ന ആളുകളെ നോക്കിയാൽ വളരെ കുറവാണ്. ഇവിടെ വീണാൽ ജീവിതത്തിൽ വീഴില്ല, ഇവിടെ പ്രദക്ഷിണം ചെയ്താൽ ജീവിതത്തിൽ കറങ്ങില്ല, ഇവിടെ കണ്ണുകളിലൂടെ ഈ കമനീയമായ വിഗ്രഹം കണ്ടാൽ കാണണ്ടാത്ത ഒന്നും കാണിക്കില്ല, ചെവികളിലൂടെ രാവിലെ 6 മുതൽ രാത്രി 10 വരെ ഇത് കേട്ട് നിറച്ചാൽ വേണ്ടാത്തതൊന്നും ഈ ചെവികളിലൂടെ കയറില്ല. നല്ലതിൻ്റെ മുന്നിൽ ശിരസ് നമിച്ച് കൈകൾ കൂപ്പി തൊഴുത് പ്രാർത്ഥിക്കാൻ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞത് അനുസരിക്കാത്ത ഒരു സമൂഹമായി നമ്മൾ മാറി. അംബരീഷ ചരിത്രത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അംബരീഷൻ നാമം ജപിച്ച് ഒരപേക്ഷയും വെക്കാതെ ഒരു മാസത്തിലെ 2 ഏകാദശിയും നോക്കി. ആരെങ്കിലും എവിടെയെങ്കിലും നാമം ജപിക്കുമ്പോൾ തലവേദന വരുന്ന ആളാണ് ദേവേന്ദ്രൻ ഇതിനെല്ലാം CCTVയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേവേന്ദ്രൻ ഈ തപസ് മുടക്കാൻ ചിന്തിച്ചു. അപ്പോൾ അതിന് ആരെ വേണം എന്ന് റിമോട്ട് കൺട്രോളൊക്കെ അടിച്ച് നോക്കി പല കാര്യങ്ങളും സെർച്ച് ചെയ്തപ്പോൾ അതിന് വേഗം സമ്മതിക്കുന്ന ഒരു മുനിയുണ്ട്. അത് ദുർവാസാവ് മുനിയാണ്. ദുർവാസാവ് മുനിയെ വിവരം അറിയിച്ചു. വന്നു. എന്താ വേണ്ടത്? ദേവേന്ദ്രൻ അഭ്യർത്ഥന നടത്തിയത് അംബരീഷൻ്റെ തപസ് എങ്ങനെയെങ്കിലും മുടക്കണം. അപ്പോൾ ദുർവാസാവ് ചിന്തിച്ചു, എനിക്കൊരു വരമുണ്ട്, നല്ലവരോട് പിണങ്ങിയാൽ ആ ആളിൻ്റെ ശക്തി കൂടി നമുക്ക് കിട്ടും. ശരിയെന്നുള്ളൂ. ഞാൻ ഏത് മാർഗവും അങ്ങ് അവലംബിച്ചോളൂ, വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരാം. ദേവേന്ദ്രൻ പലപ്പോഴും ചില ഘട്ടങ്ങളിൽ വേണ്ടാത്തതും നന്ദികേട് കാട്ടിയ അല്ലെങ്കിൽ വേണ്ടാത്ത പ്രവൃത്തികൾ കാട്ടിയ ഒരാളാണ്. അഷ്ടദിക്പാലകന്മാരിൽ ഒന്നാമനുമാണ്. കൊടിമല ചോട്ടിൽ ചെന്നാൽ കിഴക്കോട്ടിരിക്കുന്നത് ദേവേന്ദ്രൻ ആടുതാൻ. ദേവേന്ദ്രൻ, അഗ്നിദേവൻ, യമധർമ്മൻ, നിരുതി, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ 8 പേര് അവിടെയാണ് ഇരിക്കുന്നത്. കോൺഫറൻസ് കൂടുമ്പോൾ ദേവേന്ദ്രൻ വേണം ഒപ്പിടാൻ. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യും. നാരദൻ വഴിയിൽ വെച്ച് ചോദിച്ചില്ലേ, നാണമില്ലേ ഈ അസുര സ്ത്രീയെയും കൊണ്ട്, അതും ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് പോകാൻ? അസുരന്മാരെ പരിശോധിക്കുന്ന ഗൈനക്കോളജിസ്റ്റുകളൊന്നും ദേവലോകത്തില്ലതാനും. പിന്നെ എന്തിനാണ് ഈ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് ആ ദേവേന്ദ്രനിൽ നിന്ന് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയെ മുക്തമാക്കി ഭക്തകളുടെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ നാരദൻ കൊണ്ടുപോയി താമസിപ്പിച്ചത് കൊണ്ടാണ് പ്രഹ്ലാദനെ നമുക്ക് ലഭിച്ചത്. ഇല്ലേ? എങ്ങനെയാണ് നീ ഇതൊക്കെ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ വയറ്റിൽ കിടന്ന് കേട്ട് പഠിച്ചതാണ് എന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. ആരും പറഞ്ഞതൊന്നുമല്ല. ശുക്രാചാര്യർ ഹിരണ്യായ നമാന്ന് ജപിക്കണമെന്ന് പറഞ്ഞിട്ടും അനുസരിക്കാതെ പ്രഹ്ലാദനെ നമുക്ക് കിട്ടി. ആ ഭക്തപ്രഹ്ലാദൻ്റെ മകൻ്റെ മകനായ മഹാബലിയുടെ ചരിതമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അപ്പോൾ ഇങ്ങനെ കണ്ടതും കേട്ടതും വായനയിലൂടെ കേൾക്കാനും ഭഗവാന്റെ രൂപം കണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അറിയാനും ഭാഗവത അമൃത സത്രം ഈ വർഷം നമ്മൾ ഇരിക്കുന്നത് മലയോർ തിരുമേനിക്ക് 105 വയസ്സ്. ഫെബ്രുവരി മാസം 2-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായാണ്. വിനായക ചതുർത്ഥിക്ക് മാത്രമുണ്ടായിരുന്ന മൂലം ഭാഗവത സപ്താഹയജ്ഞം ജയന്തിക്ക് കൂടി ആവട്ടെ, കാരണം കൂടാതെ കാര്യമില്ലല്ലോ. അതിന് കാരണമായ തിരുമേനിയെ സ്മരിക്കാൻ ഇപ്പോൾ ശരീരരൂപത്തിൽ 105 വയസ്സ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. 90 വയസ്സ് കഴിഞ്ഞ് 2011 ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് അദ്ദേഹത്തിന് ദേഹമുക്തി ലഭിച്ചത്. മഹാഗണപതിയെ തൊഴുത് പ്രാർത്ഥിച്ച്
ശിവസ്യ ശീഘ്രം എന്ന് പറഞ്ഞതുപോലെ ഒരു നിമിഷം കിടക്കാതെ ഇനി ഞാൻ പൈപ്പിൽ നിന്ന് കൈവിട്ടാൽ ദിവാകര പരമേശ്വര താഴെ പോകുമോ എന്നൊരാശങ്ക എന്നെ ഒന്ന് പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു നിമിഷം ഈ ഭൂമിയിൽ വെയിറ്റ് ചെയ്യാതെ കിടക്കാതെ സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം നയിക്കുന്ന ആ തിരുമേനി തൃപ്പാദങ്ങൾക്ക് 105 വയസ്സ് തികയുമ്പോൾ നമ്മൾ ഭാഗവതം കേൾക്കുകയാണ്. അങ്ങനെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഭാഗവത അമൃത സത്രം നടക്കുന്ന ലോകത്തിലെ ഏക സ്ഥലവും മള്ളിയൂർ തന്നെയാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം എന്നതും നമ്മുടെ ഭക്തിയും ഈ സ്ഥാപനത്തോടുള്ള നന്ദിയും കടപ്പാടും ഒക്കെ വർദ്ധിപ്പിക്കുന്നു. ഞാൻ സ്ഥലം വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച പ്രസവ വാർഡ് എന്ന് എഴുതിയിട്ട് പിന്നെ ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം ഒന്ന് വേണോ? വേണ്ടല്ലോ. അഡ്മിഷൻ റെസ്ട്രിക്റ്റഡ് ഓൺലി ലേഡീസ് എന്ന മെറ്റേണിറ്റി വാർഡിൻ്റെ അവിടെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഈശ്വരീയ ധർമ്മത്തിൽ ചില കാരണങ്ങളുള്ളത് സ്മരിക്കുമ്പോൾ നമുക്ക് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു നന്ദിയാണ്, ഒരു കടപ്പാടാണ്. നൂലില്ലാതെ വസ്ത്രമുണ്ടാക്കാൻ സാധിക്കില്ല, മണ്ണില്ലാതെ കുടമുണ്ടാക്കാൻ സാധിക്കില്ല, പ്രാർത്ഥനയില്ലാതെ ഈശ്വര അനുഗ്രഹം ലഭിക്കില്ല. കാരണക്കാരായ മഹാഗുരുക്കന്മാരെ സ്മരിക്കാതെ ഈശ്വരനെ സ്മരിച്ചതുകൊണ്ടും അർത്ഥമില്ല. അതുകൊണ്ട് അമ്മയെ മാനിച്ച്, അച്ഛനെ മാനിച്ച്, ഗുരുവിനെ വന്ദിച്ച്, അതിഥിയെ സൽക്കരിച്ച് ഈശ്വരൻ്റെ അടുത്ത് മഹാഗണപതിയുടെയും അയ്യപ്പസ്വാമിയുടെയും ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഒക്കെ അടുത്ത് ഇരിക്കാൻ 7, 5, 12 ദിവസം. മള്ളിയൂരിലെ ഭാഗവത സപ്താഹം 7-ാം ദിവസം പൂർത്തീകരിക്കില്ല. പരീക്ഷിത്ത് വേണ്ടാത്തത് പ്രവർത്തിച്ചുകൊണ്ടാണ് ആ മുനിയുടെ മകൻ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ എടുത്തിട്ട് ആരായാലും പാമ്പിൻ്റെ രാജാവായ തക്ഷകൻ കടിച്ച് ഇന്നൊക്കെ 7-ാം ദിവസം മരിക്കട്ടെ എന്ന് പറഞ്ഞത്. ആ പരീക്ഷിത്ത് ആരായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഭഗവാന്റെ പ്രിയപ്പെട്ട സഹോദരി സുഭദ്ര, സുഭദ്രയുടെ ഭർത്താവ് അർജുനൻ, അർജുനൻ സുഭദ്ര ദമ്പതികളുടെ മകൻ അഭിമന്യു, അഭിമന്യു ഉത്തര ദമ്പതികളുടെ മകനാണ് പരീക്ഷിത്ത്. ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ ദുര്യോധനനോട് പ്രീതി കാട്ടാൻ വേണ്ടി ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥാമാവ് പാണ്ഡവരുടെ വംശത്തിലെ അവസാനത്തെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ഗർഭപാത്രത്തിലേക്ക് ശരമയച്ചപ്പോൾ കൃഷ്ണന്ന് ഉത്തരെ ഒന്ന് വിളിച്ചപ്പോൾ അകത്ത് വന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് പരീക്ഷിത്ത് മഹാരാജാവിനെ ഭഗവാൻ. ആ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന മുനിയുടെ അടുത്ത് ഉച്ചയ്ക്ക് 12:30 മണിക്ക് നായാട്ട് കഴിഞ്ഞ് ചെന്നപ്പോൾ ദാഹിക്കുന്നു, വെള്ളം തരൂ എന്ന് പറഞ്ഞപ്പോൾ മുനി കേട്ടില്ല. 12:30 മണി മധ്യാഹ്ന സന്ധ്യ, മറ്റ് 2 സന്ധ്യകളേക്കാൾ ശ്രേഷ്ഠമായ സന്ധ്യ. രാവിലെ പ്രാതകാല സന്ധ്യ, ഉച്ചയ്ക്ക് മധ്യാഹ്നകാല സന്ധ്യ, വൈകിട്ട് സായംകാല സന്ധ്യ. സന്ധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സന്ധിക്കുന്നത്. ആരൊക്കെ തമ്മിൽ? ഇരുട്ടും വെളിച്ചവും തമ്മിൽ. രാവിലെ ഇരുട്ട് പോയി വെളിച്ചം വരുന്നു. ഇപ്പം അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ 12 മണിക്കൂർ നീണ്ടു നിന്ന ഇരുട്ട് മാറി, വെളിച്ചം മാറി ഇരുട്ട് വരും. സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല, കാണുന്നു, കാണാതാവുന്നു എന്നേ ഉള്ളൂ. അതിൽ ഏറ്റവും ശക്തിയുള്ള സമയം ഉച്ചയ്ക്ക് 12:30 മണിയാണ്. അതുകൊണ്ടാണ് ലോക മുസ്ലിങ്ങൾ മുഴുവൻ 12:30 മണിക്ക് നിസ്കരിക്കുന്നത്, വീണ്ടും നമസ്കരിക്കുന്നത്. ആ 12:30 മണിക്ക് വെള്ളം ചോദിച്ചു, കേട്ടില്ല. ഞാൻ ചിന്തിച്ചാൽ മതിയായിരുന്നു. ചക്രവർത്തിയാണ് ഞാൻ. 33 വയസ്സിൽ രാജാവായി, പിന്നീട് ചക്രവർത്തിയായി. ഞാൻ വന്ന 12:30 മണിക്ക് കയറിയ സ്ഥലം എൻ്റെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മുനിയുടെ ആശ്രമമാണ്. ഗർഭപാത്രത്തിൽ കിടന്ന് മരിച്ചില്ല. 66 വയസ്സ് വരെ ജീവിച്ചതിന് കാരണം ഭഗവാനാണ്. ഈ മുനി എപ്പോൾ കണ്ണു തുറക്കുന്നോ അപ്പോൾ മതി വെള്ളം എന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. വെള്ളം ചോദിച്ചത് കേട്ടില്ല. ചക്രവർത്തിയായ ഞാൻ വന്ന വെള്ളം ചോദിച്ചപ്പോൾ തരാഞ്ഞതിന് ദേഷ്യപ്പെട്ട ചത്ത പാമ്പിനെ എടുത്തിട്ടു. മുനിയുടെ മകനോട് ചെന്ന് കൂട്ടുകാർ പറഞ്ഞു, നിന്റെ അച്ഛൻ നാമം ജപിച്ച് പരമശിവനായിടാം. അതെന്താ? കഴുത്തെ പാമ്പ്. പരമശിവനായ അച്ഛനെ കാണാൻ ചെന്ന മുനികുമാരൻ കണ്ടത് ചത്തപ്പാമ്പിനെയാണ്. എൻ്റെ അച്ഛൻ്റെ കഴുത്തേൽ ചത്തപ്പാമ്പിനെ എടുത്തിട്ടവൻ ആരായാലും അവൻ പാമ്പിൻ്റെ രാജാവായ തക്ഷകൻ കടിച്ച് മരിക്കട്ടെ. മുനി കണ്ണു തുറന്നു. അത് കേട്ടപ്പം മുനി കണ്ണു തുറന്നെങ്കിൽ വെള്ളം ചോദിച്ചത് കേട്ടില്ലേ? അതും കേട്ട് കാണും. 12:30 ആൾ വെള്ളം കുടിക്കേണ്ട, 1 മണി വരെ ക്ഷമിച്ചിരിക്കുമോ എന്നറിയാൻ വേണ്ടിയാണെന്ന് ചിന്തിച്ചായിരിക്കും ചിലപ്പോൾ കേട്ടില്ല എന്ന് നടിച്ചതെന്ന് നമുക്ക് തീരുമാനിക്കാം. നീ ചെയ്ത തെറ്റാണ്. പരീക്ഷിത്ത് അങ്ങനെ ഒരു ചത്തപ്പാമ്പിനെ എടുത്തിട്ടെങ്കിൽ തുളസിമാല പോലെ കാണേണ്ടവനാണ് നമ്മൾ, ഞാനും നീയും.
നീ ശപിച്ച് നീ നാമം ജപിക്കുന്നവനായതുകൊണ്ട് നീ പറഞ്ഞത് ഫലിയും. ഭഗവാൻ പോലും പരീക്ഷത്തിനോടൊപ്പം ചേർന്നില്ല. ആ കുട്ടി പറഞ്ഞത് ഫലിക്കട്ടെ എന്ന് ചിന്തിച്ചു.